കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഈ RC കാറിനെ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചു നോക്കാൻ പോവാണ്. നമ്മളിതിനെ ഫുൾ അഴിച്ചിട്ട് തിരിച്ചു പിടിപ്പിക്കുന്ന സമയത്ത് ഈ വണ്ടി ഈ ലുക്കിലായിരിക്കില്ല കേട്ടോ. ദേ ഈ ഒരു ലുക്കിലായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഗ്യാരേജിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാറ്ററി വരുന്നത്. ഇതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട സാധനമാണ്, കാരണം ഇതിന് ബാക്കപ്പ് ഇച്ചിരി കുറവാണ്, അതുപോലെ പവറും കുറവാണ്. അപ്പോൾ നമ്മൾ വണ്ടി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുവേ. ഇനി ബാക്കിയുള്ള സാധനം കൂടെ അഴിക്കാമേ. അപ്പോൾ ഇത് നമ്മുടെ ബോഡി ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കവറിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്ക്രൂ എല്ലാം സേഫ് ആയിട്ട് മാഗ്നറ്റിൽ തന്നെ വെക്കാമേ. ഇനിയിപ്പോൾ വണ്ടിയുടെ പാർട്സ് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഇതിനകത്ത് ഇതാണ് കേട്ടോ നമ്മുടെ ESCയും, പിന്നെ ഇതാണ് നമ്മുടെ ആൻറ്റിന വരുന്നത്. ലൂസായിട്ട് കിടക്കുവാണ് കേട്ടോ, ഒറ്റ സ്ക്രൂവിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന നമ്മുടെ LED ബൾബാണ് കേട്ടോ. പിന്നെ നമ്മുടെ ESC എന്ന് 2 കണക്ഷൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം നമ്മുടെ സ്റ്റിയറിങ്ങിനുള്ളതും ഒരെണ്ണം നമ്മുടെ വീലിനുള്ളതുമാണ് കേട്ടോ. അതുപോലെ ബാക്കിലേക്ക് സത്യം പറഞ്ഞാൽ അതുപോലെ ഒരു കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. ചേട്ടാ ഈ വണ്ടി പഴയ വണ്ടിയാണ്, തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതിൽ പകുതി സംഭവം ശരിയാണ് കേട്ടോ. വണ്ടിക്ക് അത്യാവശ്യം ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ തുരുമ്പുണ്ട്. വണ്ടി യൂസ് ചെയ്താണെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം ടയറും കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ന്യൂ ആയിരുന്നു. ഈ തുരുമ്പെന്ന് പറയുന്ന സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒരു ടോയ് ആണ്. അപ്പോൾ അവർ അത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളായിരിക്കില്ല ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം എല്ലാ സ്ക്രൂവും തന്നെ തുരുമ്പെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പഴയ സാധനം ആയതുകൊണ്ടായിരിക്കും എനിക്ക് പാക്ക് ചെയ്തിട്ട് കുറേ നാൾ ഇരിക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നേരത്തെ തൊട്ട് ആമസോണിലുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല 4 വർഷം മുമ്പ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അന്ന് പാക്ക് ചെയ്ത സാധനമൊക്കെ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും തുരുമ്പ് കുഴപ്പമില്ല, ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. ഇനി ഇത് അഴിച്ച് നോക്കുമ്പോൾ അറിയാട്ടോ ഇതിൻ്റെ മോട്ടറിൻ്റെയും ബാക്കി ഗിയേഴ്സിൻ്റെ അവസ്ഥ എന്താണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി അഴിക്കുന്നത് നമുക്കിത് അഴിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടൊന്നും അല്ല, ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പണ്ട് തൊട്ടാണെങ്കിലും ചെറിയ വണ്ടികളൊക്കെ നമ്മൾ അഴിക്കുമായിരുന്നു. അപ്പം ഈ വണ്ടി സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഴിച്ച് നോക്കാം, കാരണം ഇതിന് ഒരുപാട് കോസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് അഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ വില്ലീസിൻ്റെ ഒക്കെ എഞ്ചിൻ പാർട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ശരിക്കും ഇതിൻ്റെ ഓരോ പാർട്ടും എന്താണെന്ന് എനിക്ക് ഇപ്പോഴും വലിയ പിടുത്തമില്ല കേട്ടോ. നമ്മളങ്ങ് അഴിച്ചെടുക്കുവാണ്, ഡാമേജ് ഒന്നും വരാതെ കെയർഫുള്ളായിട്ട് അഴിച്ചെടുക്കുക. ഇതിൻ്റെ നടുക്കുള്ള ആക്സിലിൻ്റെ കവറാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലും വരുന്നുണ്ട്. ഈ നടുക്ക് കാണുന്ന ഈ ഒരു പോർഷൻ്റെ കവറാണ് കേട്ടോ നമ്മളിപ്പോൾ ഊരിയത്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഴിക്കേണ്ട സ്റ്റെപ്പൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ കാണുന്ന സ്ക്രൂ എല്ലാം അഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു കവർ ഫുൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 കുഞ്ഞു പോർഷനാണ് കേട്ടോ നമ്മളിപ്പോൾ അഴിച്ച് മാറ്റിയത്. ഓക്കെ, ഇത് ഊരിയപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഓൾമോസ്റ്റ് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഷോക്കും കൂടെ ഉള്ളൂ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ബാക്കിൽ ഊരുമ്പം ബാക്കും ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വയറും ശരിക്കും പറഞ്ഞാൽ ഷോക്കും കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിലെ ഷോക്കും കൂടെ ഊരാം. ഈ വയറ് ഇതിനകത്തൂടെയാണ് കേട്ടോ പോയേക്കുന്നത്. അത് ഊരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഈ ഷോക്കും കൂടി ഡിസ്കണക്ട് ചെയ്യുന്നു. ഓക്കെ,
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 വയർ മാത്രമേ ഇവിടെ കണക്റ്റഡ് ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പാർട്സും ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ ഫിക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കേബിൾ ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളിതിനെ ടേപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളിതിനെ പിന്നെ സോൾഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണല്ലോ അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്ത ഞാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലെ ഈ ഒരു മോട്ടറിൻ്റെ ബോക്സും പിന്നെ ഈ ഫ്രണ്ട് പോർഷനും ആണ് കേട്ടോ ഞാൻ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ അഴിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലെ ഈ ബോക്സ് ഒന്ന് അഴിച്ച് നോക്കുവാണ്, കാരണം ഇതിനകത്താണ് സ്റ്റിയറിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതുണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്ക്രൂവിലൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് കേട്ടോ. നമ്മുടെ ഈ സിസ്റ്റം ഓൾമോസ്റ്റ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇത് വലിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റിയറിംഗ് സെർവോ ആണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇപ്പോഴും നല്ല ഡൗട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നോർമൽ DC മോട്ടോർ തന്നെ ആയിരിക്കും. ഇവിടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കണ്ടത് സെർവോ ഉണ്ടെന്നൊക്കെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, ഇതിനകത്ത് സെർവോ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, എല്ലാം DC മോട്ടോർ തന്നെയാണ്. ഓക്കെ, കുറേ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഗിയേഴ്സിൻ്റെ ഈ വർക്കിംഗ് കാണുമ്പോഴത്തേക്കിനും. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറിയ വണ്ടികളിലൊക്കെ ആണെങ്കിലും റിമോട്ട് കൺട്രോളൊന്നുമല്ല, നോർമൽ വണ്ടികളിലൊക്കെ ആണെങ്കിലും മറ്റേ സ്പ്രിംഗ് ഉള്ള വണ്ടിയുടെയൊക്കെ നമ്മളിങ്ങനെ ഗിയർ സിസ്റ്റം നമുക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതിൻ്റെ നല്ല രസമുള്ള മെക്കാനിസമാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യുവാണ്. ഇതിനകത്ത് ഈ പറയുന്ന പോലെ വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ കഴിക്കേണ്ടത് ഈ പോർഷനാണ്. ഓക്കെ, കവർ ഊരിയിട്ടുണ്ട്. ഇത്ര സംഭവമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഓർത്തിട്ടുണ്ട് ഇതിനകത്ത് കുറേ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ കാണുമെന്നാണ്, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. ആപ്പാടെ 1 2 3 4 ഗിയറേ ഉള്ളൂ കേട്ടോ. വിചാരിച്ച അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ അതിൽ കാണിച്ചേക്കുന്നതൊക്കെ വലിയ മോട്ടറാണ്. നമ്മുടെ FMSൻ്റെ ഒക്കെ വരുന്ന പോലത്തെ ഹൈ സ്പീഡ് വലിയ മോട്ടറാണ് കാണിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഫോട്ടോ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി ഈ വണ്ടിക്ക് വേണ്ട പെർഫോമൻസ് ഈ മോട്ടർ വെച്ച് കിട്ടും. പിന്നെ എന്തിനാണ് ആ ഫോട്ടോ കാണിച്ചേക്കുന്നത് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ മോട്ടറും ഇല്ല, സെർവോയും ഇല്ല. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മോട്ടർ അങ്ങ് എടുത്ത് മാറ്റുവാണെങ്കിൽ നമ്മുടെ ഈ പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേദെടുത്ത് വേറെ വണ്ടിക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത്ര സംഭവമുള്ളൂ. പിന്നെ അടുത്ത ആഴ്ച നോക്കേണ്ടത് ബാക്കിലെ സിസ്റ്റമാണ്. കാരണം ബാക്കിൽ സ്റ്റിയറിംഗ് സിസ്റ്റം അങ്ങനത്തെ ഒന്നും മരുന്നില്ലാത്തതുകൊണ്ട് ജസ്റ്റ് എനിക്ക് 2 ഗിയറും കാണും, ഒരു മോട്ടറും കാണും കേട്ടോ. എന്തായാലും അഴിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു മോട്ടറുണ്ട്, സെയിം 3 ഗിയേഴ്സും ഉണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബാക്കിലെ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടറൊന്നും എടുത്ത് മാറ്റി വെച്ച് നോക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പോർഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമേ. അത്യാവശ്യം ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പാർട്സ് എല്ലാം ഒന്ന് അടുക്കി വെച്ച് നോക്കാം. ഇവരെ ഒന്നും നമ്മൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഗ്യാരേജിൽ നമ്മൾ പുതിയൊരു ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റോപ്പ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തരായിട്ട് വിടാം. ഫസ്റ്റ് നമ്മുടെ സ്ക്രൂ പോയി സെറ്റ് ആകട്ടെ. ഓക്കെ, നമ്മുടെ സ്ക്രൂ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവരോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവർ തന്നെത്താൻ പോയി സെറ്റ് ആയിക്കോളും കേട്ടോ. നമുക്കൊന്ന് കാണാം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ അഴിച്ചെടുത്ത നമ്മുടെ കാറിന്റെ പാർട്സ് എല്ലാം നമ്മുടെ ടേബിളിന്റെ അടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിരിച്ചു പിടിപ്പിക്കൽ ഒരു ടാസ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും വരുന്ന ഒരു കമന്റ് ആണ്, ഒരു കുഞ്ഞ് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ നമ്മുടെ ഗ്യാരേജിലെ കമ്പ്യൂട്ടർ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഈ വണ്ടീനെ നമ്മൾ തിരിച്ചു പിടിപ്പിക്കുന്ന സമയത്ത് ഈ വണ്ടീനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഇതാണ് കേട്ടോ ഞാൻ റെഫറൻസ് എടുത്തേക്കുന്ന ഇമേജ്. കറക്റ്റ് ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളതെല്ലാം മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാമേ. താങ്ക് യു സോ മച്ച്.